ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പ്ലീസ് അറ്റൻഷൻ ഹിയർ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വിദ്യാലയങ്ങളിൽ ടീച്ചർ ആകാനുള്ള യോഗ്യതാ കോഴ്സുകളാണ് ബി എഡും അതുപോലെ തന്നെ ഡി എൽ എഡ് കോഴ്സുകളൊക്കെ. ഡി എൽ എഡ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ നമ്മുടെ TTC കോഴ്സ്. അപ്പം ഈ ഒരു ഡി എൽ എഡ് കോഴ്സും അതുപോലെ തന്നെ ബി എഡ് കോഴ്സും തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളും അതിനെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പലർക്കും അറിയാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിന്റെ പേരൊക്കെ കേൾക്കുന്ന സമയത്ത് പലരുടെയും ധാരണ എന്ന് പറയുന്നത് നമ്മൾ വിദ്യാലയങ്ങളിൽ പോകുന്നു, ട്രെയിനിങ് ടീച്ചേഴ്സായിട്ട് പോകുന്നു, അവിടെ ക്ലാസ് എടുക്കുന്നു, അതൊക്കെയാണ്. എന്നാൽ നമ്മൾ ഈ ഒരു ഇതിനെക്കുറിച്ച് അറിയേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ഡി എൽ എഡ് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ സിലബസും പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത് കോഴ്സിന്റെ ഡ്യൂറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. 2 വർഷമാണ് നമ്മുടെ ഡി എൽ എഡ് കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. അത് തന്നെ നമ്മുടെ സെമസ്റ്റർ സിസ്റ്റം ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതായത് ഫസ്റ്റ് സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്റർ, തേർഡ് സെമസ്റ്റർ ആൻഡ് ഫോർത്ത് സെമസ്റ്റർ, ഇങ്ങനെ 4 സെമസ്റ്ററുകളായിട്ട് 2 വർഷമാണ് നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ ഉണ്ടായിരിക്കുക. അപ്പൊ ഈ ഒരു കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സെമസ്റ്ററിലും എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതൊന്ന് നോക്കാം. ഒന്നാമത്തെ സെമസ്റ്ററിൽ നമുക്ക് വരുന്നത് സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേപ്പർ വരുന്നുണ്ട്, അതുപോലെ ഫിലോസഫി വരുന്നുണ്ട്, മലയാളം വരുന്നുണ്ട്, ഇംഗ്ലീഷ്, മാത്സ്, അതുപോലെ തന്നെ EVS എൻവയോൺമെന്റൽ സയൻസ് അഥവാ EVS വരുന്നുണ്ട്, അതുപോലെ തന്നെ ആർട്ട് ആൻഡ് വർക്ക് എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, ആരോഗ്യ കായിക വിദ്യാഭ്യാസം വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് IT വരുന്നുണ്ട്. ഇത്രയും സബ്ജക്റ്റുകളാണ് നമുക്ക് ഒന്നാമത്തെ സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു ഓരോ സെമസ്റ്റർ കഴിയുന്തോറും, ഒന്നാമത്തെ സെമസ്റ്റർ കഴിയുമ്പോൾ നമുക്ക് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ അഥവാ ESA എന്ന് പറഞ്ഞിട്ട്, എൻഡ് സെമസ്റ്റർ അസസ്മെന്റ് ESA എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു എക്സാമും വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒന്നാം സെമസ്റ്ററിൽ പഠിക്കുന്ന എല്ലാ സബ്ജക്റ്റിന്റെയും പൊതുപരീക്ഷ നടക്കുന്നും ഇല്ല. അപ്പൊ നമുക്ക് ഒന്നാം സെമസ്റ്ററിൽ വരുന്നത് ശരിക്കും സൈക്കോളജിയുടെയും അതുപോലെ തന്നെ ഫിലോസഫിയുടെയും പൊതുപരീക്ഷ മാത്രമാണ് വരുന്നത്. ഇനി അതുപോലെ നമ്മൾ രണ്ടാമത്തെ സെമസ്റ്ററിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ സെമസ്റ്ററിൽ നമുക്ക് സൈക്കോളജി വരുന്നുണ്ട്, ഫിലോസഫി വരുന്നുണ്ട്, ഇംഗ്ലീഷ്, മലയാളം, മാത്സ്. ഇവിടെ എത്തുന്ന സമയത്ത് കഴിഞ്ഞ ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് എൻവയോൺമെന്റൽ സയൻസ് ആയിരുന്നു, ഇവിടെ എത്തുമ്പോൾ EVS മാറിയിട്ട് നമ്മൾ സയൻസ് ആയിട്ട് മാറുന്നുണ്ട്, അതായത് ശാസ്ത്ര വിദ്യാഭ്യാസമായിട്ട് മാറുന്നുണ്ട്. പിന്നെ വരുന്നത് ആർട്ട് ആൻഡ് വർക്ക് എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, ആരോഗ്യ കായിക വിദ്യാഭ്യാസം വരുന്നുണ്ട്, അതുപോലെ IT വരുന്നുണ്ട്. IT കൂടാതെ നമുക്ക് സോഷ്യൽ സയൻസ് വരുന്നുണ്ട്. ഇത്രയും സബ്ജക്റ്റാണ് നമുക്ക് സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു സെം കഴിയുന്ന സമയത്ത് നമുക്ക് എന്ത് വരുന്നുണ്ട്, എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ, അതായത് ESA എക്സാം നമുക്ക് വരുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു സെക്കൻഡ് സെമസ്റ്റർ കഴിയുന്ന സമയത്തും എല്ലാ വിഷയങ്ങളുടെയും പൊതുപരീക്ഷ നടക്കുന്നില്ല. അതിൽ നമുക്ക് സൈക്കോളജി വരുന്നുണ്ട്, ഫിലോസഫിയുടെ പൊതുപരീക്ഷ വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ആർട്ട് ആൻഡ് വർക്ക് എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സാമും വരുന്നുണ്ട്. ഇത് കൂടാതെ നമുക്കൊരു പ്രാക്ടിക്കൽ എക്സാമും സെക്കൻഡ് സെമസ്റ്റർ കഴിയുന്നതോട് കൂടിയിട്ട് വരുന്നുണ്ട്. അതായത് നമ്മുടെ IT ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ എക്സാമും ഈ ഒരു സെക്കൻഡ് സെമസ്റ്ററിൽ നമുക്ക് നടക്കുന്നുണ്ട്. ഇനി നമ്മൾ തേർഡ് സെമസ്റ്ററിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് സൈക്കോളജിയുടെ ഒരു പേപ്പർ വരുന്നുണ്ട്, അതുപോലെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പേപ്പർ വരുന്നുണ്ട്, പിന്നെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, EVS, അതുപോലെ ആർട്ട് ആൻഡ് വർക്ക് എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, ആരോഗ്യ കായിക വിദ്യാഭ്യാസം. ഇത്രയും പേപ്പേഴ്സാണ് നമുക്ക് എന്തിൽ വരുന്നത്, ഈ ഒരു തേർഡ് സെമസ്റ്ററിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു സെമസ്റ്റർ കഴിയുമ്പോൾ നമുക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെയും പബ്ലിക് എക്സാം വരുന്നില്ല. അതിൽ നമുക്ക് വരുന്നത് തേർഡ് സെമസ്റ്ററിൽ ഇംഗ്ലീഷ് വരുന്നുണ്ട്, അതുപോലെ തന്നെ മലയാളം വരുന്നുണ്ട്, അതുപോലെ ആരോഗ്യ കായിക വിദ്യാഭ്യാസം, അതിൻ്റെ ഒരു എക്സാം മാത്രമാണ് എന്ത് നമുക്ക് തേർഡ് സെമസ്റ്റർ കഴിയുമ്പോൾ നടക്കുന്നത്. അതുപോലെ എൻഡ് സെമസ്റ്റർ അസസ്മെന്റ് ESA എക്സാം വരുന്നുണ്ട്. ചില പൊതുപരീക്ഷയുള്ള സബ്ജക്റ്റുകൾ ചില സെമസ്റ്ററുകളിൽ നമുക്ക് എന്താണ് ESA എക്സാമിന് വരുന്നും ഇല്ല. ഇനി നമ്മൾ ഫോർത്ത് സെമസ്റ്ററിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫോർത്ത് സെമ്മിൽ പഠിക്കാൻ വരുന്നത് സൈക്കോളജിയുടെ ഒരു പേപ്പർ വരുന്നുണ്ട്, അതുപോലെ തന്നെ മലയാളം, പിന്നെ ഇംഗ്ലീഷ്, മാത്സ്, ആർട്ട് ആൻഡ് വർക്ക് എഡ്യൂക്കേഷൻ, അതുപോലെ PT, പിന്നെ സോഷ്യലും. ഇത്രയും പേപ്പേഴ്സാണ് നമുക്ക് ഫോർത്ത് സെമസ്റ്ററിലും വരുന്നത്. അപ്പോൾ ഈ ഒരു ഫോർത്ത് സെമസ്റ്ററിലും നമുക്ക് എന്താണ് എല്ലാ സബ്ജക്റ്റിൻ്റെയും ESAയും അതുപോലെ തന്നെ പൊതുപരീക്ഷയൊന്നും വരുന്നില്ല. പൊതുപരീക്ഷ വരുന്നത് നമുക്ക് മാത്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് വരുന്നുണ്ട്, സോഷ്യൽ സയൻസ്, ഈ 3 സബ്ജക്റ്റിന്റെ പൊതുപരീക്ഷ മാത്രമാണ് നമുക്ക് ഫോർത്ത് സെമസ്റ്ററിൽ നടക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പൊതുപരീക്ഷ ഇല്ലാത്ത സബ്ജക്റ്റുകളുടെ ഒക്കെ ESA എക്സാമും നമുക്ക് നടക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു 4 സെമസ്റ്ററുകളിലായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഇനി നമുക്ക് നമ്മൾ പൊതുവെയുള്ള ഒരു ധാരണ പോലെ തന്നെ ഈ ഒരു ടീച്ചിങ് പ്രാക്ടീസ്, അതുപോലെ ഇന്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം.
4 സെമസ്റ്ററുകളായിട്ടാണല്ലോ നമ്മുടെ കോഴ്സ് നടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു ഒന്നാമത്തെ സെമസ്റ്ററിൽ നമുക്ക് ഒരു 5 ദിവസത്തെ ഒരു ഇന്റേൺഷിപ്പ് നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു 5 ദിവസത്തെ ഇന്റേൺഷിപ്പ് നമ്മൾ ചെയ്യുന്നത് ഒരു LP വിദ്യാലയത്തിലാണ്. അപ്പോൾ ഈ ഒരു LP വിദ്യാലയത്തിലേക്ക് ഈ ഒരു 5 ദിവസത്തെ ഇന്റേൺഷിപ്പ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആ വിദ്യാലയങ്ങളെ അടുത്തറിയാനും വിദ്യാലയങ്ങളിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 5 ദിവസത്തെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. ഒന്നാമത്തെ സെമസ്റ്ററിലാണ് ഈ ഒരു 5 ദിവസം ഇന്റേൺഷിപ്പ് LPയിൽ വരുന്നത്. പിന്നെ നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിലോട്ട് പോകുന്ന സമയത്ത് സെക്കൻഡ് സെമസ്റ്ററിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്, ഒരു 5 ദിവസത്തെ ഇന്റേൺഷിപ്പ് വരുന്നുണ്ട്. അത് നമ്മളുടെ ഏതെങ്കിലും ഒരു UP വിദ്യാലയങ്ങളിലായിരിക്കും. അവിടെയും നമ്മൾ ചെയ്യുന്നത് എന്താണ്, UP വിദ്യാലയങ്ങളെ അടുത്തറിയാനും അവിടുത്തെ അക്കാദമിക പ്രവർത്തനങ്ങളെയൊക്കെ കുറിച്ച് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു 5 ദിവസത്തെ ഇന്റേൺഷിപ്പ് നമ്മൾ ചെയ്യുന്നത്. അതായത് LPയിലും 5 ദിവസം വരുന്നുണ്ട് ഫസ്റ്റ് സെമസ്റ്ററിൽ, സെക്കൻഡ് സെമസ്റ്ററിൽ UPയിലും 5 ദിവസത്തെ ഒരു ഇന്റേൺഷിപ്പ് വരുന്നുണ്ട്. ഇനി നമുക്ക് ടീച്ചിങ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ 3rd സെമസ്റ്ററിലും അതുപോലെ തന്നെ 4th സെമസ്റ്ററിലും ഒക്കെയാണ്. ഈ ഒരു 3rd സെമസ്റ്ററിൽ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ് അറ്റൻഡ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു LP വിദ്യാലയത്തിലായിരിക്കും. അതായത് LP വിഭാഗത്തിൽ 1 മുതൽ 4 വരെയുള്ള ഏതെങ്കിലും ഒരു സ്കൂളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ക്ലാസ്സിലുള്ള കുട്ടികൾക്കായിരിക്കും നമ്മൾ എന്ത് ടീച്ചിങ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ക്ലാസ്സും കാര്യങ്ങളും അലോട്ട് ചെയ്യും, എല്ലാ സബ്ജക്റ്റും നമ്മൾ അവർക്ക് എടുത്തു കൊടുക്കേണ്ടതായിട്ട് വരും. നമുക്ക് കിട്ടുന്ന യൂണിറ്റ് വൈസിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് അവർക്ക് എടുത്തു കൊടുക്കേണ്ടതായിട്ട് വരും. അത് നമ്മൾ പോകുന്ന വിദ്യാലയങ്ങളിലെ അധ്യാപകർ അത് വാല്യൂ ചെയ്യും, അതുപോലെ നമ്മുടെ കോളേജിലെ ടീച്ചേഴ്സ് അത് വാല്യൂ ചെയ്യും. അപ്പം ഇതിനൊക്കെ നമുക്ക് എന്തുണ്ട്, മാർക്കും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ 4th സെമസ്റ്ററിലോട്ട് പോകുന്ന സമയത്ത് 4th സെമസ്റ്ററിൽ നമുക്ക് ഇന്റേൺഷിപ്പ് വരുന്നത് ഏതെങ്കിലും ഒരു UP വിദ്യാലയത്തിലായിരിക്കും. ഈ ഒരു UP വിദ്യാലയത്തിൽ നമ്മൾ എന്താണ്, അവർക്ക് കുട്ടികൾക്ക് പാഠഭാഗങ്ങൾ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോകുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ വിദ്യാലയങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളിലും എന്താണ്, നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ഒരു പങ്കാളിത്തം കൂടി ഉണ്ടായിരിക്കണം. കാരണം നാളെ ഒരു അധ്യാപകരായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം എന്ത് ചെയ്യണം, നമ്മൾ കണ്ടും അറിഞ്ഞും പ്രവർത്തിച്ചും ഇടപെട്ടും ഒക്കെ എന്താണ് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പം ഈ ഒരു 3rd സെമസ്റ്ററിലും 4th സെമസ്റ്ററിലും ആയിട്ടാണല്ലോ നമ്മുടെ ഈ ഒരു ടീച്ചിങ് പ്രാക്ടീസ് വരുന്നത്. 3rd സെമസ്റ്ററിൽ LP വിദ്യാലയങ്ങളിൽ 45 ദിവസമാണ് എന്ത് നമുക്ക് ടീച്ചിങ് പ്രാക്ടീസ് വരുന്നത്. അതുപോലെ തന്നെ 4th സെമസ്റ്ററിലോട്ട് പോകുന്ന സമയത്ത് UP വിദ്യാലയത്തിലും നമുക്ക് 45 ദിവസമാണ് ടീച്ചിങ് പ്രാക്ടീസ് വരുന്നത്. ഇനി നമ്മുടെ ഈ ഒരു ടീച്ചിങ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കൂടാതെ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് നോക്കാം. നമുക്ക് സ്റ്റഡി ടൂറ്, ക്യാമ്പ്, നാച്ചുറൽ ക്യാമ്പൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിലാദ്യം നമ്മൾ ക്യാമ്പിനെ കുറിച്ചാണ് പറയുന്നത്. റെസിഡൻഷ്യൽ സ്വഭാവത്തോട് കൂടിയിട്ടുള്ള 15 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പ് നമ്മുടെ കോളേജ് തലത്തിൽ നമ്മൾ സംഘടിപ്പിക്കുക. അതായത് നമ്മുടെ ക്യാമ്പസിൽ തന്നെ നമ്മൾ ആ ഒരു 15 ദിവസം നിന്ന് എല്ലാ ആക്ടിവിറ്റീസും ചെയ്തിട്ട് നമുക്കൊരു സമൂഹ സഹവർത്തിത സഹവാസ ക്യാമ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ക്യാമ്പ് എല്ലാ കുട്ടികളും അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം ക്യാമ്പ് ഡയറി, ക്യാമ്പിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് മാർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാലേ നമ്മൾ പാസ്സാവുകയുള്ളൂ. ഇനി ഈ ഒരു ക്യാമ്പിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്കൊരു 15 ദിവസത്തെ ക്യാമ്പിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്കൊരു നാച്ചുറൽ ക്യാമ്പും വരുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ എന്തായിരിക്കണം, എല്ലാ സ്റ്റുഡൻസും എല്ലാ അധ്യാപക വിദ്യാർത്ഥികളും എന്തായിരിക്കണം, അത് അറ്റൻഡ് ചെയ്തിരിക്കണം. ഇനി നമുക്കൊരു സ്റ്റഡി ടൂറും വരുന്നുണ്ട്. ഈ ഒരു സ്റ്റഡി ടൂറും എല്ലാ കുട്ടികളും എല്ലാ അധ്യാപക വിദ്യാർത്ഥികളും അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം എന്തെങ്കിലും ഒരു എക്സ്ക്യൂസോ കാരണോ കൊണ്ട് ഒരു അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. കാരണം എല്ലാ സ്റ്റുഡൻസും എല്ലാ കാര്യങ്ങളും അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് ഈ ഒരു DLED കോഴ്സിൽ നിർബന്ധമായിട്ടും പാലിക്കേണ്ട ഒന്നാണ്. ഇനി ഈ ഒരു ക്യാമ്പ് ആണെങ്കിലും അതുപോലെ തന്നെ ടൂർ ആണെങ്കിലും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, റിപ്പോർട്ട് എഴുതിയിട്ട് നമ്മൾ സമർപ്പിക്കണം. ഡയറി ആയിട്ടും റിപ്പോർട്ടൊക്കെ എഴുതിയിട്ട് നമ്മൾ സമർപ്പിക്കണം. കാരണം അതിനെല്ലാം നമുക്ക് എന്ത് വരുന്നുണ്ട്, മാർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ പാസ്സായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു DLED കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഈ ഒരു DLED കോഴ്സ് ആണെങ്കിലും BEd കോഴ്സ് ആണെങ്കിലും ഒക്കെ അല്ലെങ്കിൽ ഈ അധ്യാപക യോഗ്യതാ കോഴ്സുകൾക്കൊക്കെയും ഒഴിവാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നിർബന്ധമായും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കമ്മീഷൻ എന്ന് പറയുന്നത്. അതായത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിയമിക്കുന്ന ഡയറ്റ് മുഖാന്തരം വരുന്ന കുറച്ച് പേര് നമ്മുടെ കാര്യങ്ങളൊക്കെ പഠിക്കാനും വിലയിരുത്താനും നമുക്ക് കിട്ടിയിട്ടുള്ള മാർക്കുകൾ പരിശോധിക്കാനും നമ്മളൊരു അധ്യാപകരായിട്ടുള്ള നമ്മുടെ അറിവുകളും അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളും ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്ന നിലയിൽ നമുക്ക് കൈവരിച്ചിട്ടുള്ള നമ്മുടെ സ്കില്ലും കാര്യങ്ങളൊക്കെ
പരിശോധിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും വിലയിരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറ്റ് മുഖാന്തരം ഒരു കമ്മീഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു കമ്മീഷൻ നടക്കുന്നത് എല്ലാ സെമസ്റ്ററിലും നമുക്ക് കമ്മീഷൻ വരുന്നില്ല. നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററിലും അതുപോലെ തന്നെ ഫോർത്ത് സെമസ്റ്ററിലുമാണ് എന്ത് കമ്മീഷൻ ഉണ്ടായിരിക്കുക. അപ്പൊ ഈ ഒരു സെക്കൻഡ് സെമസ്റ്ററിലെ കമ്മീഷന്റെ സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ള റെക്കോർഡ് കാര്യങ്ങള് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് സമർപ്പിക്കണം. അവർ വൈവ നടത്തും, അതിനൊക്കെ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. പിന്നെ അവര് സെമിനാർ, അതുപോലെ സംവാദം, അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ തയ്യാറായിരിക്കണം. ഇനി നമ്മൾ ഫോർത്ത് സെമസ്റ്ററിൽ കമ്മീഷൻ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ടീച്ചിങ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് നമുക്ക് ഫോർത്ത് സെമസ്റ്ററിൽ കമ്മീഷൻ ഉണ്ടായിരിക്കുക. അപ്പം നമ്മൾ വിദ്യാലയങ്ങളിൽ പോകാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ടീച്ചിങ് മാനുവല്, ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ എയ്ഡ്സ് കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ ഈ ഒരു കമ്മീഷന് മുന്നിൽ ഹാജരാക്കണം. അവർ വൈവ നടത്തും. അതുകൂടാതെ തന്നെ അവർ റാൻഡംലി സെലക്ട് ചെയ്യുന്ന കുറച്ച് കുട്ടികൾ ഒരു മോഡൽ ക്ലാസ് അവർക്ക് മുന്നിൽ എടുത്തു കൊടുക്കേണ്ടി വരും. അപ്പൊ അവർ പറയുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആ സമയത്ത് ചെയ്തു കൊടുക്കണം. കാരണം നമ്മളിലുള്ള അധ്യാപകർ എന്തൊക്കെ നേടി എന്നുള്ളത് അവർ കൂടെ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഡയറ്റ് മുഖാന്തരം നമുക്കൊരു കമ്മീഷനും വരുന്നത്. DLED കോഴ്സ് അല്ലെങ്കിൽ ഒരു അധ്യാപക പരിശീലന കോഴ്സായിട്ടുള്ള കോഴ്സുകൾ എടുക്കുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും അസംബ്ലി നടത്തിയിരിക്കണം. കാരണം ഒരു വിദ്യാലയത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ നാളെ ഭാവിയിൽ ഒരു അധ്യാപകരായി കഴിഞ്ഞാൽ ഒരു അസംബ്ലി എങ്ങനെ സംഘടിപ്പിക്കാം അല്ലെങ്കിൽ എങ്ങനെ നടത്താം എന്നുള്ളതിനെ കുറിച്ച് ഓരോ അധ്യാപക വിദ്യാർത്ഥിയും ബോധവാന്മാരായിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു DLED ക്യാമ്പസ് ലൈഫിൽ നമുക്ക് അസംബ്ലി എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇനി അസംബ്ലി കൂടാതെ തന്നെ നമ്മുടെ ദിനാചരണങ്ങൾ, ഇപ്പൊ വായനാ ദിനം ആയിക്കോട്ടെ, മാതൃഭാഷാ ദിനം ആയിക്കോട്ടെ, സയൻസ് ഡേ, അങ്ങനെയുള്ള ഒരുപാട് ദിനാചരണങ്ങൾ നമ്മൾ വിപുലമായി തന്നെ ആഘോഷിക്കണം. കാരണം ഇപ്പോൾ നമ്മൾ വിപുലമായിട്ട് ഈ ഒരു രീതി എങ്ങനെയൊക്കെ പരിപാടികൾ സംഘടിപ്പിക്കാം അല്ലെങ്കിൽ എന്തൊക്കെ ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴേ അറിഞ്ഞു പോയിട്ടുണ്ടെങ്കിലാണ് നാളെ നമ്മൾ ഒരു വിദ്യാലയത്തിൽ അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെയും അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു DLED ഒരു അധ്യാപക വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ ഒരു DLED കോഴ്സിന് ജോയിൻ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് തയ്യാറെടുക്കണം. കാരണം ഇന്ന കാര്യങ്ങൾ എനിക്കറിയില്ല, അല്ലെങ്കിൽ പാടാൻ അറിയില്ല, ചെയ്യാൻ അറിയില്ല, പറയാൻ അറിയില്ല, അങ്ങനെയുള്ള യാതൊരു ലേസിനെസ്സോ മടി കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടാവരുത്. കാരണം എല്ലാ കാര്യങ്ങളിലും നമ്മൾ എന്താണ് ആക്റ്റീവായിട്ട് പങ്കെടുക്കണം. കാരണം നാളെ നമ്മൾ കുട്ടികളുടെ മുന്നിൽ പോയിട്ട് പഠിപ്പിക്കേണ്ട ആളുകളാണ്. അപ്പം നമുക്ക് യാതൊരു മടിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവരുത്. എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് പങ്കെടുക്കാൻ നമ്മൾ പഠിക്കണം. അപ്പം അതിന് വേണ്ടത് ഇഷ്ടപ്പെട്ടിട്ട് കോഴ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. കഷ്ടപ്പെട്ട് എടുക്കാതെ ഇഷ്ടപ്പെട്ടിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് സക്സസ് ആയിട്ട് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു അധ്യാപക കോഴ്സിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് അറിവുകളും തിരിച്ചറിവുകളും ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അവസാനിക്കുന്നില്ല. കാരണം നമ്മൾ ആ ഒരു കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഓരോ അധ്യാപകനും നിരന്തരം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ്. അപ്പം നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന പുതിയ പുതിയ മാറ്റങ്ങൾ എപ്പോഴും നമ്മൾ എന്താണ് തിരിച്ചറിയണം, അറിഞ്ഞിരിക്കണം. എന്നാലേ നമ്മളിലൂടെ അത് കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, അപ്ഡേറ്റ് ആയിരിക്കണം. അതുകൊണ്ടാണ് നിരന്തരമായിട്ടുള്ള ഒരു ഗവേഷകനാണ് എന്നുള്ളത് പറയുന്നത് തന്നെ. അതുകൊണ്ട് ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു കോഴ്സിൽ പ്രധാനമായിട്ടും വരുന്നത്. ഇതിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ഷോർട്ട് ആക്കിയിട്ടാണ് ഞാൻ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.